എന്തിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ നടത്തിയത്? അതിൻ്റെ ഒരു വിഷൻ എന്തായിരുന്നു? വളരെ മുൻകൂട്ടി തന്നെ തൻ്റെ വിഷൻ പ്രഖ്യാപിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ നടത്തിയത്. അത്ര ഒരുക്കമുണ്ട്, തയ്യാറെടുപ്പുകളും ആസൂത്രണങ്ങളുമെല്ലാം ഹിജറക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നു. ഹിജറ പോകുന്ന സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖറജ സിദ്ഖിൻ. ഞാൻ എത്തുന്ന സ്ഥലം, ഞാൻ പുറപ്പെടുന്ന സ്ഥലം എല്ലാം സത്യത്തിൻ്റെ സ്ഥലമാവണം. നജ്ജാശിയുടെ നാട്ടിലേക്ക് തൻ്റെ ചില അനുയായികളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചപ്പോഴും നബി പറഞ്ഞ വാചകം ഇതായിരുന്നു. അത് അർള് സിദ്ഖ് ആണ്, സത്യസന്ധമായ ഭൂമിയാണ് എത്തോപ്യ. അവിടുത്തെ രാജാവാണെങ്കിൽ നീതിമാനായ ഭരണാധികാരിയുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സുരക്ഷിതമായി ജീവിക്കാം. ഒരു സുരക്ഷിത പ്രദേശത്തെ ആഗ്രഹിച്ചുകൊണ്ട് പുറപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് വജഅല്ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ, എനിക്ക് അധികാരവും സഹായിയെയും നീ നൽകണം. അപ്പൊ അധികാരം ലഭിക്കുക എന്നത് ഹിജറയുടെ ഒരു അജണ്ടയായിരുന്നു, ലക്ഷ്യമായിരുന്നു. അതല്ല, ആരാധനകളും അനുഷ്ഠാനങ്ങളുമുള്ള ഒരു ആദർശവും ആശയവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മക്കയിൽ തന്നെ അത് സാധിക്കുമായിരുന്നു. വേറൊരു പ്രദേശത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം അതുമാത്രമല്ല, ചില ആശയങ്ങളും ചില ലക്ഷ്യങ്ങളും പ്രയോഗവൽക്കരിക്കാൻ ഒരു സുരക്ഷിതമായ പ്രദേശം ആവശ്യമാണ്, ഒരു ദേശം ആവശ്യമാണ്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യാത്രയാണ് ഹിജറ എന്ന് പറയും.